വചനം 71 വാക്കർത്ഥം. വലവിത്തബഅ അനുസരിച്ചു വന്നിരുന്നുവെങ്കിൽ, അൽ ഹഖു യഥാർത്ഥം, സത്യം, അഹ്വാഅഹും അവരുടെ ഇച്ഛകളെ, ലഫസദത് നാശമടയുമായിരുന്നു, കുഴപ്പത്തിലാകുമായിരുന്നു, അസ്സമാവാത്തു ആകാശങ്ങൾ, വൽ അർദു ഭൂമിയും, വമൻ ഫീഹിന്ന അവയിലുള്ളവരും, ബൽ പക്ഷേ, അതൈനാഹും നാം അവരുടെ അടുക്കൽ ചെന്നിരിക്കുന്നു, ബിദിക്രിഹിം അവർക്കുള്ള ഉപദേശവും കൊണ്ട്, ഫഹും എന്നാൽ അവർ, അൻ ദിക്രിഹിം അവരുടെ ഉപദേശത്തിൽ നിന്ന്, മുഅ്രിദൂൻ തിരിഞ്ഞു കളയുന്നവരാണ്. വലൗ ഇത്തബഅൽ ഹഖ്ഖു അഹ്വാഅഹും ലഫസദതിസ് സമാവാതു വൽ അർദു വമൻ ഫീഹിൻ ബൽ അതൈനാഹും ബിദിക്രിഹിം ഫഹും അൻ ദിക്രിഹിം മുഅ്രിദൂൻ. യഥാർത്ഥം അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് വന്നിരുന്നുവെങ്കിൽ ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവരും എല്ലാം തന്നെ കുഴപ്പത്തിലാകുമായിരുന്നു. പക്ഷേ നാം അവരുടെ അടുക്കൽ അവർക്കുള്ള ഉപദേശവും കൊണ്ട് ചെന്നിരിക്കുകയാണ്. എന്നാൽ അവരാകട്ടെ അവരുടെ ആ ഉപദേശത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാകുന്നു. അവർക്ക് സത്യോപദേശങ്ങൾ സ്വീകാര്യമാകണമെങ്കിൽ അവരുടെ ഇച്ഛകൾക്കും അഭിപ്രായങ്ങൾക്കും അനുസരിച്ചു കൊണ്ടായിരിക്കണം യാഥാർത്ഥ്യങ്ങൾ നിലകൊള്ളുന്നത്. അഥവാ ആരാധ്യന്മാർ പലതുണ്ടായിരിക്കണം, ദൈവത്തിന് സന്താനമുണ്ടായിരിക്കണം, അക്രമവും അനീതിയും ന്യായമായിരിക്കണം, പാപങ്ങൾ പുണ്യങ്ങളായിരിക്കണം. മഅദല്ലാഹ് ഇങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ളതെങ്കിൽ ധാർമ്മിക വ്യവസ്ഥയും ലോകവ്യവസ്ഥയും ലോകത്തിൻ്റെ നിലനിൽപ്പു തന്നെയും അവതാളത്തിലായി പോകുമായിരുന്നുവെന്ന് വ്യക്തമാണ്. ആകാശഭൂമികളിൽ അല്ലാഹു അല്ലാതെ വല്ല ഇലാഹുകളും ഉണ്ടായിരുന്നുവെങ്കിൽ അത് രണ്ടും നാശമടയുമായിരുന്നു. ലൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹ് ലഫസദത.